എടക്കഴിയൂരിൽ ദേശീയപാത മുറിച്ചുകടന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് വൻ അപകട ഭീഷണി ഉയർത്തുന്നു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദിവസേന ജീവൻ പണയം വെച്ച ദേശീയപാത മുറിച്ചുകടക്കുന്നത്. നേരത്തെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ രണ്ടുപേരുടെ ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ വടക്കുഭാഗത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ബസ് കയറുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കേണ്ടി വരുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലൂടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത്. ഇത് കാൽനടയാത്രക്കാരായ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അകലാട് ഉൾപ്പെടെയുള്ള സമീപഭാഗങ്ങളിൽ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി. ഇതുമൂലം സർവീസ് ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ പോകാനാകാതെ പ്രധാന ദേശീയപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. വിദ്യാർത്ഥികളുടെ അപകട സാധ്യത കണക്കിലെടുത്ത് ഇവിടെ ദേശീയപാത അതോറിറ്റി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. അധികൃതരുടെ ഈ നിസ്സംഗതയ്ക്കെതിരെ MLA ഉൾപ്പെടെയുള്ളവർ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പ്രതിവിധി കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു ദുരന്തത്തിന് എടക്കഴിയൂർ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. വിദ്യാർത്ഥികളുടെ ജീവന് കാവലാകാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രധാന ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്.